ഭൗമരാഷ്ട്രീയത്തിലെ യുദ്ധങ്ങൾ പലപ്പോഴും തോക്കുകളും മിസൈലുകളും കൊണ്ട് മാത്രമല്ല ജയിക്കുന്നത്, മറിച്ച് സഹനശക്തിയുടെയും സമന്വയത്തിന്റെയും കൂടി കളിയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ പൊയ്യുന്ന സംഘർഷത്തിൽ ലോകം ഉറ്റുനോക്കുന്നത് ആരുടെ കൈവശമുള്ള ആയുധങ്ങളാണ് കൂടുതൽ പ്രഹരശേഷി ഉള്ളത് എന്നല്ല, മറിച്ച് ആരുടെ കടികാരമാണ് കൂടുതൽ നേരം ചലിക്കുന്നത് എന്നാണ്. മുൻ അമേരിക്കൻ നയതന്ത്രജ്ഞനായ ഡേവിഡ് സാറ്റർഫീൽഡിന്റെ വാക്കുകൾ കടമെടുത്താൽ ഈ യുദ്ധത്തിന്റെ ഫലം നിർണ്ണയിക്കുന്നത് ആരുടെ ക്ലോക്ക് ആദ്യം നിശ്ചലമാകുമെന്നാണ്. സാറ്റർഫീൽഡിന്റെ വിലയിരുത്തലിൽ ഇറാനിയൻ ഘടികാരത്തിന് അമേരിക്കയുടേതിനേക്കാൾ നീളം കൂടുതലാണ്. ഇത് കേവലം ഒരു പ്രസ്താവനയല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി ഉപരോധങ്ങൾക്കിടയിൽ ജീവിച്ച് ശീലിച്ച ഒരു ജനതയുടെ സാമ്പത്തിക വേദന ഉൾക്കൊള്ളാനുള്ള ശേഷിയെക്കുറിച്ചുള്ള കൃത്യമായ നിരീക്ഷണമാണ്. അമേരിക്കയുടെ പക്കൽ ലോകത്തെ ഏറ്റവും ശക്തമായ സാമ്പത്തിക ആയുധങ്ങൾ ഉണ്ടാകാം. ഉപരോധങ്ങളിലൂടെ ഇറാന്റെ എണ്ണ വ്യാപാരത്തെ തകർക്കാനും അവരുടെ കറൻസിയുടെ മൂല്യം ഇടിക്കാനും അമേരിക്കയ്ക്ക് കഴിഞ്ഞേക്കും. എന്നാൽ ഇവിടെയാണ് സാറ്റർഫീൽഡ് ചൂണ്ടിക്കാട്ടുന്ന ഇറാനിയൻ ക്ലോക്ക് പ്രസക്തമാകുന്നത്. ദശകങ്ങളായി അന്താരാഷ്ട്ര വിലക്കുകൾക്കിടയിൽ കഴിഞ്ഞു ശീലിച്ച ഇറാൻ ആഭ്യന്തരമായ പ്രതിസന്ധികളെ നേരിടാൻ ഒരു പ്രത്യേക പ്രതിരോധ സംസ്കാരം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ ഓരോ 4 വർഷം കൂടുമ്പോഴും ഉണ്ടാകുന്ന ഭരണമാറ്റങ്ങളും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക അസംതൃപ്തിയും അമേരിക്കൻ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളികളാണ്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണകൂടത്തിന് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായ രാഷ്ട്രീയ സ്ഥിരതയുണ്ട്. സാമ്പത്തിക പ്രഹരങ്ങളെ പ്രതിരോധിക്കാനുള്ള ഇറാന്റെ ശേഷി ഡൊണാൾഡ് ട്രംപിന്റെയും അമേരിക്കയുടെയും ഉപകരണങ്ങൾക്ക് അപ്പുറമാണെന്ന് സാറ്റർഫീൽഡ് മുന്നറിയിപ്പ് നൽകുന്നു. പശ്ചിമേഷ്യയിൽ നിന്ന് ഇപ്പോൾ ഒരു വർധനക്കെണിയിൽ വീണിരിക്കുകയാണെന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുകയാണ്. ഇറാനെതിരെ ശാരീരികമായ ആക്രമണം അഴിച്ചുവിടാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞേക്കും, പക്ഷെ അതിന്റെ പ്രത്യാഘാതങ്ങൾ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ഇറാനെതിരെയുള്ള ഏതൊരു സൈനിക നീക്കവും മേഖലയിലെ അമേരിക്കൻ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളെയാണ് നേരിട്ട് ബാധിക്കുക. ഹൂതികൾ, ഹിസ്ബുള്ള തുടങ്ങിയ തങ്ങളുടെ പ്രോക്സികളിലൂടെയും സ്വന്തം മിസൈൽ ശേഷിയിലൂടെയും ഗൾഫിലെ എണ്ണപ്പാടകങ്ങളെയും പ്രധാന കേന്ദ്രങ്ങളെയും തകർക്കാൻ ഇറാന് സാധിക്കും. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാമ്പത്തിക താൽപ്പര്യങ്ങളിൽ വരുത്താൻ ഇറാൻ സാധിക്കുമ്പോൾ അമേരിക്കയുടെ സൈനിക മേധാവിത്വം ഇറാനിൽ വരുത്തുന്ന നാശനഷ്ടങ്ങളെക്കാൾ വലിയ വേദന ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ പ്രതിസന്ധിയാണ് സാറ്റർഫീൽഡ് അമേരിക്കയുടെ ലിമിറ്റേഷനായി കണക്കാക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ലോകത്തിന്റെ പരമാവധി പ്രവാഹത്തെ നിയന്ത്രിക്കാൻ ഇറാൻ കഴിയുന്നത് അവരെ സംബന്ധിച്ച ഒരു സാമ്പത്തിക ആണവായുധം പോലെയാണ്. ടാങ്കറുകൾ തടയുന്ന ആഗോള എണ്ണ വിപണിയിൽ സൃഷ്ടിക്കപ്പെടുന്ന ചങ്ങല പ്രതികരണങ്ങൾ അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിക്കും. ഒരു മിസൈൽ പോലും പ്രയോഗിക്കാതെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ കഴിയുന്ന ഈ ശേഷി അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെക്കാൾ കരുത്തുള്ളതാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കടലിടുക്കിൽ കാവൽ നിൽക്കുമ്പോഴും ഇറാന്റെ അദൃശ്യമായ ഒരു മേൽക്കൈ അവിടെയുണ്ട്. കടലിടുക്കിന്റെ ഉടമസ്ഥാവകാശം അത് അവകാശപ്പെടാൻ ട്രംപ് ശ്രമിക്കുന്നത് ഈ ഭീഷണിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ടെങ്കിലും ആ മേഖലയെ മറ്റൊരു മേഖലയിലേക്ക് മാത്രമേ കഴിയാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നയിക്കാൻ സാധിക്കുള്ളൂ. കാരണം ഹോർമുസ് കടലിടുക്ക് ഇറാൻ വിചാരിച്ചാൽ മാത്രമേ അമേരിക്കയ്ക്ക് അനുകൂലമായി മാറുകയുള്ളൂ. റഷ്യയും ചൈനയും ഇറാനോട് പുലർത്തുന്ന തന്ത്രപരമായ അടുപ്പം ഈ പോരാട്ടത്തെ കൂടുതൽ പൂർണ്ണമാക്കുകയാണ്.